ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഫോളോ ചെയ്യണേ. അതുപോലെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിൻ ആയിട്ട് മാസ്റ്റർ ഹോസ്പിറ്റലിന്റെ ഒരു വേക്കൻസിയാണ്. അവരൊരു ന്യൂട്രീഷന്റെ വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അവർ വാക്കിൻ ഇന്റർവ്യൂ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വാക്കിൻ ഇന്റർവ്യൂ വരുന്നത് 3/12/2025 ആണ് കേട്ടോ. അതായത് മറ്റന്നാള്. അപ്പോൾ ന്യൂട്രീഷനിൽ ഡിഗ്രിയും 3 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെയുള്ള ഖത്തറിലുള്ള ആൾക്കാർക്കാണ് കേട്ടോ. ഖത്തറിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഖത്തർ ഐഡിയും ട്രാൻസ്ഫറബിൾ വിസയൊക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ന്യൂട്രീഷന്റെ വേക്കൻസിയാണ്. അപ്പോൾ മറ്റന്നാൾ വാക്കിൻ ഇന്റർവ്യൂ രാവിലെ 10 മണി മുതൽ 2 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആസ്റ്ററിന്റെ HR ഓഫീസിൽ. അതിന്റെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും വേണ്ട ഒരു കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ PHCCയിൽ അവരൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. PHCCയുടെ വേക്കൻസിയും പ്രൊജക്ട് മാനേജറിന്റെ ആണ് കേട്ടോ. സീനിയർ പ്രൊജക്ട് കോർഡിനേറ്റർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. പ്രൊജക്ട് കോർഡിനേറ്റർ. അതുപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 3 വർഷം മാനേജിംഗ് ലെവലിലുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയും 5 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെയുള്ള ആൾക്കാർ അതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട് പ്രൊജക്ട് കോർഡിനേറ്ററിന്റെ. അപ്പോൾ സ്കിൽസും റിക്വയർമെന്റ്സും ഒക്കെ മീറ്റ് ചെയ്യുന്നവര് PHCCയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട് അവര്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ വേണ്ട, അതായത് പ്രൊജക്ട് കോർഡിനേറ്ററിന്റെ ജോബ് നോക്കുന്നവര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അത് PHCCയിലേക്കാണ്. ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഓപ്പണിങ്സ് കണ്ടത് യുണൈറ്റഡ് മാൻപവർ സൊല്യൂഷൻ ഇട്ടിരിക്കുന്നതാണ്. കോർഡിനേറ്റർ പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് കോർഡിനേറ്റർ. ആ ഒരു പോസ്റ്റിലേക്ക് അവര് വേക്കൻസി ഇട്ടിട്ടുണ്ട്. വേക്കൻസി പബ്ലിഷ് ചെയ്ത് യുണൈറ്റഡ് മാൻപവർ ആണ്. അതായത് ബാച്ചിലർ ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസ് കസ്റ്റമർ സർവീസിൽ ഒക്കെയുള്ള കമ്മ്യൂണിറ്റി റിലേഷനിലൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കോർഡിനേറ്റർ പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. അതുപോലെ തന്നെ പിന്നെ സുൽത്താൻ പ്രീമിയർ മെഡിക്കൽ സെന്ററുകാര് ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതായത് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡിപ്ലോമയും പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസും ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെയുള്ള ആൾക്കാര് അൽ സുൽത്താൻ പ്രീമിയർ മെഡിക്കൽ സെന്റർ അവര് ഇട്ടിരിക്കുന്നതാണ് ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി കേട്ടോ. അവരതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അതായത് ഡെന്റൽ പ്രൊസീജിയറും അതിന്റെ ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സൊക്കെ അറിയുന്ന ആൾക്കാർക്ക്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അൽ സുൽത്താൻ പ്രീമിയർ മെഡിക്കൽ സെന്റർ. അവരുടെ ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ IRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഏജൻസി അവർ രജിസ്റ്റേർഡ് നഴ്സിന്റെയും അസിസ്റ്റന്റ് നഴ്സിന്റെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ഹെൽത്ത് കെയർ ഏജൻസിയാണ് IRS എന്ന് പറഞ്ഞിട്ടുള്ള. അവർ ഈ 3 വേക്കൻസി നഴ്സ്, അസിസ്റ്റന്റ് നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്. അവരുടെ ഇൻഫർമേഷനും മെയിൽ ഐഡിയും വാട്സപ്പ് നമ്പറൊക്കെ വേണ്ടവർ കമന്റ് ചെയ്യാം, ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസി പറയാനുള്ളത് അലി ബിൻ അലിയിൽ അവർ അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സിൽ ബാച്ചിലർ ഡിഗ്രിയും എക്സ്പീരിയൻസും ഒക്കെയുള്ള ആൾക്കാർ അലി ബിൻ അലിയുടെ സൈറ്റ് നോക്കുക കേട്ടോ. അവർ ഏജ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. 23 മുതൽ 29 വയസ്സ് വരെ ഉള്ളവർക്കാണ്. അതുപോലെ സർട്ടിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ ഡിഗ്രി വേണം. അതുപോലെ തന്നെ ACCAയോ CAയോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല കമ്പ്യൂട്ടർ നോളജ്, MS ഓഫീസും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണമെന്ന് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പെറ്റി ക്യാഷ് മാനേജ്മെന്റിലൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് അലി ബിൻ അലിയാണ്. അതിന്റെ അതായത് അക്കൗണ്ടിങ്ങിൽ എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷനും ഒക്കെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക. ഇൻഫർമേഷൻ മെയിൽ ID ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടും. ആസ്ട്രോ ഹോസ്പിറ്റലിന്റെ വാക്കിൻ ഇന്റർവ്യൂ ആണ് ന്യൂട്രീഷന്റെ. ഡെന്റൽ അസിസ്റ്റന്റ്
സുൽത്താൻ പ്രീമിയർ മെഡിക്കൽ സെന്റർ, അതുപോലെ തന്നെ അലി ബിൻ അലിയുടെ അക്കൗണ്ടന്റ്, PHCCയുടെ പ്രൊജക്ട് മാനേജർ പ്രൊജക്ട് കോർഡിനേറ്ററിന്റെ വേക്കൻസി. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ജോലിയൊക്കെ അറിയുന്ന ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.